അധികം ഉപയോഗിക്കാനും പറ്റിയില്ല, ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടിയാണ്. ഒരിക്കലും ഒരു മിനി കൂപ്പർ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഒരു 100 ഒക്കെ സ്പീഡ് ഉള്ളപ്പോഴാണ് ട്രാൻസ്മിഷൻ പോയത്. അത്യാവശ്യം കാറിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. Hi guys, my name is Devika Sajeesh and welcome back to my channel. So in today's video, നമ്മളൊരു very special series ആണ് ചെയ്യാൻ പോകുന്നത്. What I have found is എൻ്റെ ചാനലിൽ വീഡിയോസ് ചെയ്യുമ്പോൾ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഓർ വീഡിയോസ് where I'm conveying something tends to do better and നിങ്ങൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. So I thought of making this a new series where we discuss about the relevant issues അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്താണോ കാണാൻ ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ കാനഡയിലെ സ്റ്റുഡൻറ് ലൈഫിനെ പറ്റി അറിയാനുള്ള കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ഈ സീരീസിൽ. സോ അതിൻ്റെ പാർട്ടായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ തിങ്സ് ദാറ്റ് എവ്രി ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ് ഫേസസ് ഇസ് നമ്മൾ കാർ എടുക്കാൻ പോകുന്ന ഒരു പ്രശ്നം. അതുകൊണ്ടാണ് മെയിൻലി കുറേ സ്റ്റുഡൻസിന് ഡെറ്റിലാവുന്നത് അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങൾ വരുന്നത് ഈ കാർ എടുക്കാൻ പോകുന്നുണ്ട്, എസ്പെഷ്യലി യൂസ് കാഴ്സ്. അപ്പം എൻ്റെ അറിവിൽ 24 മണിക്കൂറും കാറിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒറ്റ മനുഷ്യനെ എനിക്കറിയാവുള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് ജീവൻ. ഹായ്. അപ്പോൾ in our first episode we are going to talk about buying used cars or buying cars in general in Canada as an international student. ആദ്യം തന്നെ നമുക്ക് let's hear something about you. എൻ്റെ പേര് ജീവൻ എന്നാണ്. ഞാൻ കാനഡയിൽ വന്നത് ഒരു 2023 ഡിസംബറിലാണ്. അപ്പം അത്രയും. Okay, അപ്പോൾ നമുക്ക് മെയിൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. How many cars have you owned after coming to Canada? I would say 3 cars. 3 cars? Yeah. ഇപ്പോൾ ഈ കാർസ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്തത്? ഇപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണോ അതോ ഡിഡ് യു ഗോ ടു ഫിനാൻസിങ് സെൻറ്റർ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാർസ് എന്തൊക്കെയായിരുന്നു? എനിക്കറിയാവുന്നുള്ള കാര്യം തന്നെ, എന്നാലും ഐ വുഡ് ലവ് ടു ഹിയർ. ഓക്കെ, ഞാൻ കാറ് പർച്ചേസ് ചെയ്തത് 2 കാറും പർച്ചേസ് ചെയ്തത് മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ്. പ്രൈവറ്റ് സെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഡീലർഷിപ്പിൽ നിന്ന് കാർ എടുത്തത്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ഒരാൾ വന്നു കഴിയുമ്പോൾ നമുക്കധികം ബഡ്ജറ്റ് ഒന്നും കാണത്തില്ല. ഇപ്പം ഞാൻ ആദ്യം എടുത്ത കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ $5,000 ആയിരുന്നു ആദ്യം എടുത്ത കാറ്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അത്രയൊക്കെ സേവിങ്സ് ഒക്കെ കാണത്തുള്ളൂ. അപ്പം ആദ്യം എടുക്കുന്ന വണ്ടിയെല്ലാം നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നായിരിക്കും നോക്കിയെടുക്കുന്നത്. ആദ്യം എടുത്തത് മിനി കൂപ്പറാണ്. 2008 മോഡലായിരുന്നു. ഒരുപാട് ഓടിയതായിരുന്നു. അത് വാങ്ങിച്ച് 1 മാസം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്മിഷൻ ഇഷ്യൂ വന്നു. ആദ്യത്തെ ദിവസം തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ടോ ചെയ്തു. ബാറ്ററി ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്മിഷൻ ഇഷ്യൂ ഒക്കെ വന്നത് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടായിരുന്നു. ആദ്യം വന്ന് ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നു. ടോ ചെയ്യേണ്ടി വന്നു. വണ്ടി ഓഫായി പോയി, റോഡ് വേസ് ഓഫായി പോയി. രജിസ്റ്റർ ചെയ്യുന്നത് വണ്ടി എടുത്ത് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം ഓടണമല്ലോ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ. അപ്പം അങ്ങനെ പണി കിട്ടി പോയി. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രാൻസ്മിഷൻ കംപ്ലൈൻറ്റ് വന്നു. ഹൈവേയിൽ പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഒരു 100 ഒക്കെ സ്പീഡ് ഉള്ളപ്പോഴാണ് ട്രാൻസ്മിഷൻ പോയത്. അപ്പം ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. പുറകിൽ ട്രക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്മിഷൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്സിലേറ്റർ ചെയ്തിട്ട് വണ്ടി നീങ്ങുന്നില്ല. ബ്രേക്കും ഓൾമോസ്റ്റ് ഒരു 20% കുറഞ്ഞായിരുന്നു. ബ്രേക്കും കിട്ടുന്നില്ലായിരുന്നു. ദേവികയും വണ്ടി തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് പ്രഷർ റിലീസും ചെയ്ത് ഒരു പരുവത്തിനാണ് സൈഡിൽ കൊണ്ട് ഹസാർഡ് ഇട്ട് നിർത്തിയത്. അതായിരുന്നു ഫസ്റ്റ് കാർ എക്സ്പീരിയൻസ്. Horrible. I think one of the worst experience that a person can go through. Like international student ആവുമ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നമ്മളുടെ ഉള്ള ബഡ്ജറ്റ് ഉണ്ടാക്കിയെടുത്ത ബഡ്ജറ്റ് എല്ലാം നമ്മളൊരു കാറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻ ദ ഹോപ്സ് ദാറ്റ് നമുക്കത് നമ്മുടെ ലൈഫ് ഈസിയർ ആവും അല്ലെങ്കിൽ മോർ കംഫർട്ടബിൾ ആവുന്നു. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഇറ്റ് കൈൻഡ് ഓഫ് ഡിസ്ട്രോയ്സ് us അല്ലേ? അധികം ഉപയോഗിക്കാനും പറ്റിയില്ല. ആദ്യമായിട്ട് വാങ്ങിച്ചോണ്ട് അത് ആകെ 1 മാസമാണ് ഉപയോഗിച്ചത്. നമ്മൾ നാട്ടിലൊക്കെ വണ്ടി എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഫാമിലിയുടെ വണ്ടി, പിന്നെ അത് 10-15 വർഷമെങ്കിലും ഉപയോഗിക്കും. ഇത് 30 ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ ട്രാൻസ്മിഷനൊക്കെ പോയി. പിന്നെ അത് കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട്
ഡോഡ്ജിൻ്റെ ഡാർട്ട് എടുത്തത്, മാനുവലായിരുന്നു. അത് ഇതുവരെ പണിയൊന്നും തന്നില്ലായിരുന്നു. അത് നല്ല വണ്ടിയായിരുന്നു. ഒരു 5-6 മാസം ഉപയോഗിച്ചല്ലേ, 5-6 മാസം ഉപയോഗിച്ചു. അത് 2015 മോഡൽ ഡോഡ് ഡാർട്ടായിരുന്നു, മാനുവലായിരുന്നു. അത് വെച്ച് ഊബർ റൈഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ഇയർ അതിൻ്റെ ഇത് കഴിഞ്ഞു. അതുകൊണ്ടാണ് പുതിയ വണ്ടി മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഡീലർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. രണ്ടിനും അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. മാർക്കറ്റ് പ്ലേസിലാണെങ്കിൽ അതിന് വണ്ടിക്ക് കുറേ കംപ്ലൈന്റ് ഒക്കെ കാണും. നമ്മളും അത് എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടി ഇല്ല മാർക്കറ്റ് പ്ലേസിന്. ഗ്യാരണ്ടി വാറണ്ടി ഒന്നുമില്ല. പഴയ വണ്ടിയായിരിക്കും, ചിലതിന് സേഫ്റ്റി ഒന്നും കാണിച്ചില്ല, നമ്മൾ അതിന് സേഫ്റ്റി എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഡീലർഷിപ്പ് ആണെങ്കിൽ സേഫ്റ്റി കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. വാറണ്ടി 2 വർഷത്തെ വാറണ്ടിയോ 1 ഇയർ വാറണ്ടിയോ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നാലും ഏറ്റവും കൂടുതൽ ഐ ഫീൽ ലൈക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുമ്പോൾ ആദ്യം തന്നെ പ്രിഫർ ചെയ്യുന്നത് മാർക്കറ്റ് പ്ലേസിലായിരിക്കും. ആൻഡ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് മൈറ്റ് ബി നമ്മളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി കാണില്ല നമുക്ക് ലോൺ കിട്ടാനായിട്ട്, വണ്ടി എടുക്കാനായിട്ട്. പിന്നെ ഒരു 5K ബഡ്ജറ്റിനൊന്നും നമുക്ക് ലോൺ കിട്ടില്ല. നമുക്ക് 2016 മിനിമം വണ്ടി വേണം, പിന്നെ ഒരു 12K എങ്കിലും വേണം നമുക്കിപ്പം ഫൈനാൻസ് ചെയ്യണമെങ്കിൽ. അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആദ്യം എല്ലാവരും മാർക്കറ്റ് പ്ലേസിൽ തന്നെ എടുക്കുന്നത്. കാരണം $2,000 നമുക്ക് ഒരു പഴയ വണ്ടി കിട്ടും, ട്രാവൽ ചെയ്യാൻ വേണ്ടി മാത്രം മതി. ഇവിടുത്തെ വെതർ കണ്ടീഷൻ ആണെങ്കിലും എല്ലാം അത് ശോകമാണല്ലോ, തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ അതൊന്നും നോക്കാൻ പോകത്തില്ല, ഒരു വണ്ടി എടുക്കുക അത് തന്നെ ആയിരിക്കും. പിന്നെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് ഒക്കെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. മന്ത്ലിയാണ് ഇവിടെ ഇൻഷുറൻസ് കൊടുക്കുന്നത്, ഏകദേശം $300 ഒക്കെ. ഇവിടെ ഫുൾ G ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ലേശം കുറവായിരിക്കും. G2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈവേയിൽ ഓടിക്കാനുള്ള ഇത് കാണില്ല, പക്ഷേ നമുക്ക് ഇൻഷുറൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത വട്ടം, ഈ വട്ടം 200 ആണെങ്കിൽ വണ്ടി ഒന്ന് നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അടുത്ത വട്ടം 250 ആയിരിക്കും, ഇൻഷുറൻസ് കൂടും. എൻ്റെ ഡിഫറെൻ്റ് ആണ് നാട്ടിലേക്ക്. വെരി എക്സ്പെൻസീവ് പ്രോസസ് വണ്ടി ഓൺ ചെയ്യുന്നത് തന്നെ. സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നമുക്കിപ്പോൾ 3 വണ്ടി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ കാനഡ ജേർണിയിൽ. നമ്മൾ പിന്നെയും ഫസ്റ്റ് കാർ എടുക്കുന്ന ആ പ്രോസസ്സിലേക്ക് പോവാണ്, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫസ്റ്റ് കാർ എടുക്കാൻ പോവാണ്, വാട്ട് ഈസ് വൺ ടിപ്പ് ദാറ്റ് യു വുഡ് ഗിവ് ദം? ഫസ്റ്റ് കാർ എടുക്കുന്ന എപ്പോഴും പുതിയതായിട്ട് വരുന്നൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ മാർക്കറ്റ് പ്ലേസ് തന്നെ ഓപ്റ്റ് ചെയ്യും. വണ്ടി പറ്റുമെങ്കിൽ നമുക്ക് ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി നോക്കുക. നമുക്കിപ്പം എല്ലാ വണ്ടികളും ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി നോക്കാൻ പറ്റത്തില്ല, അത് പൈസ ഒരുപാടാവും. എത്രയാവും എന്നാലും? ഇൻസ്പെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു $100 കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഫുള്ള് ഇൻസ്പെക്ട് ചെയ്ത് അവിടെ തന്നെ വെച്ച് ഇൻസ്പെക്ട് ചെയ്ത് നോക്കും എന്തുകൊണ്ട് കുഴപ്പമൊന്നും. മിനിമം 100 ആയിരിക്കും. അപ്പോൾ അന്നേരം ഒരു $100 ചിലവാകുമെങ്കിലും പിന്നെ നമുക്കത് അതായിരിക്കും ബെറ്റർ. അത് നമുക്കിപ്പം അവിടെ നിന്ന് വാങ്ങിച്ച് നമ്മൾ പിന്നെ സേഫ്റ്റി ചെയ്യാൻ കൊണ്ടുപോയി കഴിയുമ്പോൾ കുറേ പ്രശ്നങ്ങൾ അവർ പറയും, പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ ഇറങ്ങും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ വണ്ടി സേഫ്റ്റിഫൈഡ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒരു യൂസ്ഡ് കാർ വാങ്ങുവാണെങ്കിൽ അതിൻ്റെ ഈ ഓണർഷിപ്പ് മാറ്റുന്നതും ആ ഹോൾ പ്രോസസ്സ് എങ്ങനെയായിരിക്കും? യൂസ്ഡ് കാർസ് വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ ഒരു വണ്ടി കണ്ടു, നമ്മൾ ഇൻസ്പെക്ഷൻ എല്ലാം ചെയ്തു, അവരുടെ നമ്മൾ ഈ വണ്ടി ഇത്രയും നാൾ ആരൊക്കെ യൂസ് ചെയ്തു എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ എത്ര കിലോമീറ്റർ ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് ആരോ ഉപയോഗിച്ചത്, തുടക്കത്തിൽ ആരോ ഉപയോഗിച്ചത്, വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും കാണും. കാർഫാക്സ് കാണും. കാർഫാക്സ് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടോ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇതൊക്കെയാണ് പൊതുവെ നോക്കുന്നത്. പിന്നെ നമ്മൾ അവരുടെ ഓണർഷിപ്പിൻ്റെ ഹാഫ് ആയിരിക്കും തരുന്നത്. അത് നമ്മൾ സർവീസ് ഉണ്ടായി കൊണ്ടുപോയി നമ്മുടെ പേരിൽ വണ്ടി ആക്കുക, അയാളുടെ സിഗ്നേച്ചറും വാങ്ങിക്കുക, പ്രീവിയസ് ഓണറിൻ്റെ. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് എന്തൊക്കെ കോസ്റ്റ് ആണ് നമ്മൾ ഈ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ? ഇപ്പം നമ്മൾ വണ്ടി വാങ്ങിക്കുക, ഓക്കെ, ഇപ്പോൾ ഒരു ബഡ്ജറ്റ് 5,000 നമ്മളുടെ ഉണ്ട്, അത് നമ്മൾ വണ്ടി വാങ്ങിച്ചു. പിന്നെ ഈ രജിസ്റ്റർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് കോസ്റ്റ് എന്താണ്? ഈ ഇൻഷുറൻസ് നമ്മൾ പുതിയതായിട്ട് എടുക്കുമ്പോൾ ഉള്ള കോസ്റ്റ് എന്താണ്? അപ്പം അങ്ങനത്തെ കോസ്റ്റിന്റെ ബ്രേക്ക് ഡൗൺ അറിയോ? അത് ഇപ്പം നമ്മൾ പുതിയൊരു വണ്ടി എടുത്തു, എന്നിട്ട് നമ്മൾ സർവീസ് ഉണ്ടായി പോയി, നമ്മൾ ആദ്യം വണ്ടി നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ പേരിലായിരിക്കും പ്ലേറ്റ് വരുന്നത്. നമ്മൾ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ
വണ്ടിയുടെ പേരിലായിരിക്കും പ്ലേറ്റ് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ആളുടെ പേരിലാണ് പ്ലേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ വണ്ടി കൊടുക്കുകയാണെങ്കിൽ പ്ലേറ്റ് നമ്മൾ കൊടുക്കില്ല, പ്ലേറ്റ് നമുക്ക് എടുക്കാം. നമ്മൾ അടുത്ത വണ്ടി വാങ്ങിക്കുമ്പോൾ ഈ പ്ലേറ്റിൽ തന്നെ നമുക്ക് അടുത്ത വണ്ടി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഒരു പ്ലേറ്റ് നമുക്ക് മതി. പിന്നെ എത്ര നാൾ വേണമെങ്കിലും ആ പ്ലേറ്റ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. 2 ടൈപ്പ് പ്ലേറ്റാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഫാൻസി നമ്പർ ആയിരിക്കും, പക്ഷേ ഇവിടെ നമുക്ക് ലെറ്റേഴ്സും കിട്ടും. നമ്മളിപ്പോൾ നമ്മുടെ പേരോ കാര്യങ്ങളോ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലേറ്റിന്റെ കാശ് വരും. രജിസ്റ്റർ ചെയ്യാൻ ചെറിയൊരു എമൗണ്ട് ഉണ്ട്. പിന്നെ രജിസ്റ്റർ ചെയ്യാൻ ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു $100 വരത്തുള്ളൂ. $150 ഒക്കെ വരത്തുള്ളൂ. അതിനുള്ള നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഫാൻസി നമ്പർ ആണ് $300 ആവും. അതിപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ പ്ലേറ്റ് തന്നെ എടുക്കാം. പിന്നെ ഇൻഷുറൻസ്, ആദ്യം നമ്മൾ വണ്ടി സേഫ്റ്റി ചെയ്യണം. സേഫ്റ്റി ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. അത് നമുക്ക് രണ്ടും ഒരുപോലെ ചെയ്യാം, ഇൻഷുറൻസ് എടുക്കുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും. പിന്നെ നമ്മൾ ഫസ്റ്റ് മന്തും ലാസ്റ്റ് മന്തും ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. 300 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ 600 കൊടുക്കേണ്ടി വരും, ഫസ്റ്റ് മന്തും ലാസ്റ്റ് മന്തിൻ്റെ. 1 ഇയർ ആണ് നോർമലി ഇവിടെ ഇൻഷുറൻസ് വരുന്നത്. നമുക്ക് മന്ത്ലി വേണമെങ്കിൽ അടയ്ക്കാം, അല്ലാതെ ഇയർലി ആണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് അടയ്ക്കുകയും ചെയ്യാം. 2 രീതിയിൽ ചെയ്യാം. ഇയർലി അടയ്ക്കാം. നോർമലി ഇൻഷുറൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ആണ് അടയ്ക്കുന്നത്. അതിപ്പം 300, 400. 25 വയസ്സുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കുറവായിരിക്കും ഇൻഷുറൻസ്. 25 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കൂടുതലായിരിക്കും. നമുക്ക് വണ്ടി യൂസ് കാർ എടുക്കുമ്പോൾ നമുക്ക് ടാക്സസ് കൊടുക്കണ്ടേ? ഇതിൽ യൂസ്ഡ് കാർ എടുക്കുമ്പോൾ നമുക്ക് ടാക്സ് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ഒരു 5,000-ൻ്റെ വണ്ടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളിപ്പോൾ ഒരു 1,200 ഒക്കെ ടാക്സ് കൊടുക്കേണ്ടി വരും. ആ ബഡ്ജറ്റ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഐ തിങ്ക് അത് നമ്മൾ പലരും മറക്കുന്ന ഒരു കാര്യം. നമ്മൾ എപ്പോഴും വണ്ടിയുടെ കോസ്റ്റ് മാത്രമേ ആലോചിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ പ്രോസസ്സിനും കൂടെ കാശ് കണ്ടുപിടിച്ചിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവൻ വണ്ടി 24 മണിക്കൂർ നോക്കുന്നത് പോലെ 24 മണിക്കൂറും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് നോക്കുന്ന ഒരാളും കൂടെയാണ് നീ. അപ്പോൾ ഈ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ്, ഏറ്റവും വലിയ സ്കാം ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അവോയ്ഡ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. മറ്റുള്ളവരുടെ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോർമലി ചില ആൾക്കാരുണ്ട്, ഇത് ഒരു 60-70% നടക്കുന്ന ഒരു സ്കാമാണ്. നമ്മളിപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ പറയും ഇതെൻ്റെ അങ്കിളിൻ്റെ വണ്ടിയാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ വണ്ടിയാണ്, ഞാൻ അവർക്ക് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ, ഞാൻ വേണമെങ്കിൽ ഇപ്പം അവരുടെ ഇമെയിൽ ID തരാം, മെയിൽ അയച്ച് നിങ്ങൾ സംസാരിച്ചു എന്ന് പറയും. ഇത് സ്കാമാണ്. രണ്ടാമതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിലും ഓക്കെ ഞങ്ങൾക്കൊരു ടോക്കൺ അഡ്വാൻസ് തരണം, ഞങ്ങൾ വണ്ടി ഹോൾഡ് ചെയ്യാം. ഇത് സ്കാമാണ്. നമ്മൾ പൈസ കൊടുക്കും, പൈസ കൊടുത്തു കഴിയുമ്പോൾ വണ്ടിയും കാണത്തില്ല, ആളും കാണത്തില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയിൽ നമ്മൾ തറലി മൊത്തം നോക്കണം. ഒരാഡ് തന്നെ 2-3 വട്ടം കാണും, അങ്ങനെ ഒരു വണ്ടിയും കാണത്തില്ല. അതൊക്കെ വിറ്റ് ആരുടെയെങ്കിലും വണ്ടിയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതുപോലെ ഇടും. അങ്ങനെ കുറെ സ്കാം വരാറുണ്ട്. നമ്മൾ ആദ്യം പൈസ കൊടുക്കരുത്, നമ്മൾ പോയി കാണണം ആദ്യം വണ്ടി ആ ആളുടെ ID വെച്ച് നോക്കുക, അയാളുടെ പേര് തന്നെ ആണോ വണ്ടിന്ന് ഓണർഷിപ്പ് നോക്കുക. ഇഷ്ടംപോലെ സ്റ്റോളൻ കാർസ് ഉണ്ട്. കാർഫാക്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. കാർഫാക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാക്ടേഴ്സ് ഒക്കെ അറിയാൻ പറ്റും. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ കിലോമീറ്റേഴ്സ് എത്ര ഓടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അത് വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കിലോമീറ്റർ തിരിച്ച് കറക്കി കുറച്ച് കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അത് ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ ടൂൾസ് വെച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് ചെറിയൊരു ട്വീക്ക് ചെയ്യുന്നവര്. അത് ചെക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോ നമ്മള് വണ്ടിയുടെ വിയർ ആൻഡ് ടയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ഓടിയിട്ടുണ്ട്, റസ്റ്റ് എത്ര ഉണ്ട്, വണ്ടിയുടെ അലൈൻമെന്റ് കാര്യങ്ങൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ എത്ര ഓടിയിട്ടുണ്ട് വണ്ടി. ആ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ഗസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇത് കണ്ടുപിടിച്ചു തരാൻ പറ്റും. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് കാർ മിനി കൂപ്പർ ആയിരുന്നു. അതെ. ഇഫ് യു ഹാഡ് എ സെക്കൻഡ് ചാൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ നിന്റെ ഇത്ര എക്സ്പീരിയൻസ് വെച്ച് വണ്ടിയെ പറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റിനെ പറ്റിയോ അറിയുന്നത് വെച്ച്, ഇഫ് യു കുഡ് ഗോ ബാക്ക്, നീ ഇനിയും ആ മിനി കൂപ്പർ വാങ്ങോ? ഓർ what other car would you prefer? Mainly think of it as like ഇപ്പോൾ വന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ് who is struggling to find a job. ഇപ്പോൾ ഒരു ജോബ് ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് what would you suggest?
ഒരിക്കലും ഒരു മിനി കൂപ്പർ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ ഒരു വണ്ടി, അതായിരുന്നു വേണ്ടത്. പിന്നെ മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്ന ആർക്കായാലും മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള വണ്ടിയാണ്. നിനക്ക് മിനി കൂപ്പർ ഇഷ്ടമായിരുന്നു? വണ്ടി ഒരു ദിവസം ഓടിച്ചതേ ഉള്ളൂ. വണ്ടി നല്ല വണ്ടിയാണ്, മിനി കൂപ്പർ നല്ലൊരു വണ്ടിയാണ്. പക്ഷെ അതിന് ട്രാൻസ്മിഷൻ ഇഷ്യൂ ഉള്ളത് നമ്മൾ അറിഞ്ഞില്ല. പുതിയൊരു കൺട്രി വന്നിട്ട് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ മിനി കൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലങ്ങനെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയല്ല. നമ്മുടെ നാട്ടില് ഞാനങ്ങനെ മിനി കൂപ്പർ ഓടിച്ചിട്ടില്ല, ഞാൻ കേറിയിട്ടേ ഉള്ളൂ, ഓടിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഓടിച്ചപ്പോ എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. അവര് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിൽ എന്തോ ട്വീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഒരു 5000 കിലോമീറ്റേഴ്സ് ഓടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വണ്ടിയെ പറ്റി ഡിസ്കസ് ചെയ്തു. നൗ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു 2 years ജേർണിയിൽ ബൈയിങ് എ കാർ ഹാസ് നെവർ ക്രോസ് മൈ മൈൻഡ്. കാരണം ഞാൻ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാത്ത ഒരാളാണ്. ഐ ഹാവ് വെരി ബാഡ് ആങ്സൈറ്റി വെൻ ഇറ്റ് കംസ് ടു ഡ്രൈവിംഗ്. ബട്ട് വിത്ത് ദാറ്റ് ബീങ് സെഡ്, എനിക്കറിയാം കുറേ ആൾക്കാർ ഇൻക്ലൂഡിങ് യു ആൻഡ് കുറേ ആൾക്കാർ എനിക്കറിയാവുന്നത് ദേ ഡിപ്പെൻഡ് ഓൺ കാർ ഫോർ ദെയർ സർവൈവൽ. ലൈക്ക് അവർ കാറിൽ നിന്നാണ് ഇത്രയും കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാട്ട് ഓൾ ആർ ദ മീൻസ് ദാറ്റ് നമുക്ക് കാറിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് എന്താണ്, മീൻസ് എന്താണ്? നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 മുന്നേ ഉള്ള കാറാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് 10 years ഉള്ള കാറാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു 2015 കഴിഞ്ഞുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഈ വർഷം വരെ നമുക്ക് ഉബർ ഓടാൻ പറ്റും. അപ്പോൾ 10 years എങ്കിലും മിനിമം പുതിയതായിരിക്കണം വണ്ടി, എന്നാൽ നമുക്ക് ഉബർ റൈഡ്സ് ഓടാം. ഉബർ റൈഡ്സ് ആണ് കൂടുതൽ ലാഭം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിലും പഴയ കാറുകളാണെങ്കിൽ ഉബർ ഈറ്റ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈറ്റ്സ് വലിയ ലാഭമില്ല, പക്ഷേ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഓടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ റൈഡ്സ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ കാശ് കിട്ടും, നമുക്ക് അധികം സ്ട്രെസ് ഇല്ല. നമ്മൾ മറ്റേതൊരു 100% ചെയ്യുമ്പോൾ ഇതൊരു 200% ആവും. അതുപോലെ പിന്നെ നമുക്ക് ഉബർ ചെയ്യാം. ലിഫ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, സെയിം ലൈക്ക് ഉബർ. നമ്മുടെ നാട്ടില് ഓല ക്യാബ്സ് ഒക്കെ ഉള്ള പോലെ റൈഡ് ഷെയർ തന്നെയാണ്. പിന്നെ പോപ്പറൈഡ് ഉണ്ട്, അങ്ങനെ പലതും നമുക്ക് ചെയ്യാം. ഐ തിങ്ക് കുറേ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ വരുന്നുണ്ട്, ഈ ഉബർ സിമിലർ ടു ഉബർ റൈഡ് ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് വരാറുണ്ട്. പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ആമസോണിന്റെ ഫ്ലെക്സ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു SUV അല്ലെങ്കിൽ ഒരു കാരവൻ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിന്റെ പാക്കേജസ് എടുത്തിട്ട് അത് നമുക്ക് ട്രക്കിൽ ചെയ്യുന്ന പോലെ കുറച്ച് പാക്കേജസ്, ഇപ്പോൾ ഒരു 50 പാക്കേജസ് ഒക്കെ എടുത്തിട്ട് നമുക്കതും ചെയ്യാൻ പറ്റും കാറുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഇവിടെ വിന്ററിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു നെസസിറ്റിയാണ് കാർ. ആൻഡ് യു ഓൾവേസ് അണ്ടർ എസ്റ്റിമേറ്റഡ്. കാരണം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു കാർ വാസ് നെവർ എ നെസസിറ്റി. കാർ എന്ന് പറഞ്ഞ ഒരു ലക്ഷറി പോലെയായിരുന്നു. കാരണം ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് ഇവിടുത്തെ എൻ്റെ ലൈഫിൽ. ബട്ട് ആഫ്റ്റർ ഹാവിങ് എ കാർ ഐ റിയലൈസ് ഹൗ മച്ച് ഈസിയർ ഇറ്റ് മെയ്ഡ് മൈ ലൈഫ്. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനാണെങ്കിലും ബസ്, എസ്പെഷ്യലി ലണ്ടൻ ട്രാൻസിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റിലയബിൾ അറ്റ് ഓൾ. പിന്നെ വിൻ്ററൊക്കെ ആയാൽ പിന്നെ പറയണ്ട, വിൻ്റർ കൺസ്ട്രക്ഷനൊക്കെ ഫാക്ടേഴ്സ് ലൈക്ക് എഫക്ട്സ് ഇറ്റ് സോ മച്ച് ദാറ്റ് എനിക്ക് ഇവിടെ നിന്ന് ഒരു തൊട്ടടുത്ത സ്ഥലത്ത് പോകണമെങ്കിൽ എന്ത് പോയാലും 1 to 1.5 hours എടുക്കും. ആൻഡ് വിത്ത് എ കാർ ഇറ്റ് ഇസ് സോ മച്ച് ഈസിയർ. ആൻഡ് വിൻ്ററിൻ്റെ സമയത്ത് ആസ് വി മെൻഷൻ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിലും ഇറ്റ് ക്യാൻ ബി എ ഹോൾ ഹാസിൽ. പക്ഷെ വിന്ററിന്റെ കാര്യം പറയുമ്പോൾ മെയിൻറ്റെയിനിങ് എ കാർ ഡ്യൂറിങ് വിന്റർ ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടോപ്പിക്. അപ്പോൾ ഒരു കാർ നമ്മളിപ്പോൾ സമ്മർ ടു വിന്റർ ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ഐഡിയലി എന്തൊക്കെയാണ് കാറിൽ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നാട്ടിലെ പോലെയല്ല, ഇവിടെ വിന്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടയേഴ്സ് എല്ലാം മാറ്റണം. 4 ടയേഴ്സും മാറ്റി വിന്റർ ടയേഴ്സ് ഇടണം. കാരണം കൂടുതൽ ഈ സ്നോയിൽ നമ്മൾക്ക് നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി വിന്റർ ടയേഴ്സ് യൂസ് ചെയ്യണം. ആൻഡ് ചില പ്രോവിൻസസിൽ വിന്റർ ടയേഴ്സ് യൂസ് ചെയ്യുന്നത് ഇസ് എ മാൻഡേറ്ററി തിങ്. ചില പ്രൊവിൻസിലല്ല, എല്ലാ പ്രൊവിൻസിലും മാൻഡറി ആണ്. നമ്മളിപ്പോൾ ഉബർ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ജസ്റ്റ് ഒരു പോലീസ് ചെക്കിങ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്നോ ആണ്, നമ്മൾ ഉബർ ഓടുകയാണ്, നമ്മൾ വിന്റർ ടയർ ഇട്ടില്ലെങ്കിൽ അതൊരു ഒഫൻസ് ആണ്. നമുക്ക് ടിക്കറ്റ് കിട്ടും, വണ്ടി ടോയും ചെയ്യാം. വിന്ററിലേക്ക് നമ്മൾ നാട്ടിൽ നമ്മൾ വൈപ്പറിൽ ഫ്ലൂയില് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നത് ഫ്രീ ആയിരുന്നു. ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വിന്റർ വരുമ്പോൾ ഐസായി പോകും. അപ്പം നമ്മൾ ഇവിടെ വാഷർ ഫ്ലൂയിഡ് ഒഴിക്കണം. അതൊരു $4 ഒക്കെ ആവും. ആൻഡ് വേറൊരു വലിയ ഒഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിന്ററിൽ വണ്ടി എടുക്കുന്ന സമയത്ത്
അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു വണ്ടി സംഭവം. ക്ലീൻ ചെയ്യണം. നമ്മൾ ഫുൾ സ്നോയും ക്ലീൻ ചെയ്യാതെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഞ്ഞ് ബാക്കിലത്തെ ആളുടെ വണ്ടിയിലേക്ക് ആവും. ആൻഡ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ആണ്. പോലീസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുപോകും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്സ് ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് വണ്ടി ഉണ്ടായിരുന്നിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം രാവിലെ എണീറ്റ് സൂര്യനൊക്കെ വരുന്നതിന് മുന്നേ എണീറ്റ് വണ്ടിയൊക്കെ ക്ലിയർ ചെയ്ത് താഴെ ഷവൽ ചെയ്ത് വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടാക്കുന്നത് ദാറ്റ്സ് എ ഹ്യൂജ് തിങ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഐ തിങ്ക് എവ്രി വൺ വിൽ ബി വണ്ടറിങ്, ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഊബർ ചെയ്യുന്നവരും ലിഫ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഡു യു സ്റ്റിൽ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്? നമുക്ക് ഊബറിൽ നിന്ന് ലിഫ്റ്റിൽ നിന്ന് അത്രയ്ക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഫോർ അസ് ടു സർവൈവ് ഇൻ കാനഡ? ഒരു മന്ത്ലി ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റിന് ഇപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത് 24 hours ആണ് വീക്ക്ലി. അപ്പം നമുക്ക് ഉബർ വെച്ച് നോക്കുവാണെങ്കിൽ റൈഡ്സ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു 4 മണിക്കൂർ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യേണ്ടെന്ന് തന്നെ വെച്ചു. മൺഡേ ടു ഫ്രൈഡേ നമുക്കൊരു 4 hours വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻകം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം റൈഡ്സിന് പൈസ കിട്ടാറുണ്ട്. രാത്രിയിൽ കൂടുതൽ ലിഫ്റ്റ് റൈഡ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എക്സ്ട്രാ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താന്ന് ചോദിക്കാൻ, ഞാനിപ്പം ഉബറും ലിഫ്റ്റും ചെയ്യുന്നുണ്ട്, ഒപ്പറേഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതൊരു റിലയബിളായിട്ട് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് മന്ത്ലി പൈസ കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഉള്ളത് കിട്ടുന്നുണ്ട്. ലൈക്ക് ഭയങ്കര പൈസ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, but enough to cover all the expenses, right? Okay, last and final question എൻ്റെ അടുത്ത്. I know the answer to this question. എന്നാലും ഒന്ന് കേൾക്കാനായിട്ട്, for a new international student or anyone in that case, നീ ഒരു വണ്ടി റെക്കമെൻഡ് ചെയ്യുവാണ് ഇപ്പോൾ ഊബറും ലിഫ്റ്റ് ഓടാനായിട്ട്, വണ്ടി വിച്ച് ഇസ് വെരി ലൈക്ക് മൈലേജ് ഫ്രണ്ട്ലി, ഏത് വണ്ടി ആയിരിക്കും അത്? മൈലേജ് ഫ്രണ്ട്ലി? ഓക്കെ, നമ്മളിപ്പോൾ വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം നോക്കുന്നത് മൈലേജ് മാത്രമായിരിക്കും. നമുക്കൊരു മസ്താങ് എടുക്കണം, അല്ലെങ്കിൽ ഒരു കമേറോ എടുക്കണം, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് കാർ എടുക്കണം, എന്തായാലും കാണും. ഒരു BM എടുക്കണം, നമുക്ക് കാണും. പക്ഷേ നമ്മൾ പുതുതായിട്ട് വരുമ്പോൾ കൂടുതലൊരു മൈലേജ് ഉള്ള വണ്ടി എടുക്കാനാണ് നോക്കേണ്ടത്. കാരണം നമുക്കിഷ്ടമല്ലായിരിക്കാം ചിലപ്പോൾ വണ്ടി, പക്ഷേ അത് നമ്മൾ ആദ്യം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പം എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു പ്രിയസ് ആണ്, ടൊയോട്ട പ്രിയസ് ആണ്. കാരണം പ്രിയസ് ഒരു ഹൈബ്രിഡ് ആണ്. ടൊയോട്ടയുടെ ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു പ്രിയസ് ഒരു 2016, 17, 18 പ്രിയസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാഫ് ഹൈബ്രിഡ് ആയതുകൊണ്ട് നല്ല മൈലേജ് കിട്ടും. നമുക്ക് റൈഡ്സ് ആണെങ്കിൽ പോലും നമുക്കിപ്പം ഗ്യാസ് കുറച്ചടിച്ചാൽ മതി, ഒരുപാട് ഓടും. നമുക്ക് അതിൻ്റെ ബ്രേക്കിംഗ് ചെയ്യുന്ന എൻജിൻ ചാർജ്, ബാറ്ററി ചാർജ് 10 seconds. അപ്പോൾ പ്രിയസ് ആണ് നല്ലൊരു ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കൊറോള, അങ്ങനത്തെ വണ്ടികളായിരിക്കും കുറച്ചുകൂടെ റിലയബിൾ. ടൊയോട്ട, ഹോണ്ട, അങ്ങനെ എന്തെങ്കിലും. Okay, yeah. I think that is pretty much it for this video. Last item, a cherry on top. What is one tip that you would give to anyone who's looking to buy a new car? Just one tip. Okay. One tip എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. 2 റെസ്റ്റ് നോക്കുക. ഇത് രണ്ടും മാത്രമേ. പിന്നെ കാർഫാക്സ്, ഒബ്വിയസ്ലി കാർഫാക്സിൽ ആക്സിഡൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇതാണ് ഞാൻ കൂടുതൽ നോക്കുക. എനിക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം ട്രാൻസ്മിഷൻ. അത് മറ്റേ എന്താ പറയാ, സ്കാർ ആയിപ്പോയി. Okay, so that is pretty much it for today's video. Thank you so much for doing this with me. Thank you so much guys for watching this video. If you have any other suggestion, any relevant topics that you want me to do videos on, want us to do videos on, let me know in the comments down below. And make sure to give this video a thumbs up, subscribe to my channel if you like it. And that is pretty much it. Thank you. Bye.